How can he say that when I am going for Moogambika temple, it is my personal right? സത്യം, വി ഡി സതീശൻ മൂകാംബിക ഭക്തൻ തന്നെയാണ് കുറേ വർഷങ്ങളായി. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അങ്ങോട്ടേക്ക് ഒരു തവണയെങ്കിലും പോയില്ലെങ്കിൽ അത് തെറ്റല്ലേ? ആ പറഞ്ഞത് ശരിയല്ലേ? This allegation has come from Delhi. How can he say that when I am going for Moogambika temple, it is my personal right? I have a constitutional right to believe in the God. How can he say that that is soft Hindutva? I have been going to Moogambika for the last 37 years, from 90 onwards. I am a devotee of Kollur Moogambika. I am a devotee of Kollur Moogambika. I am very happy to say that. For the last 37 years, I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകണ? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാനൊരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. നമ്മൾ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. നടപടിക്രമം അനുസരിച്ച് ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന ഒരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുക്കില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ വരുള്ളൂ. ഇല്ല, CPM ജനറൽ സെക്രട്ടറി MA ബേബി അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അദ്ദേഹം അത് ശക്തമായി നിഷേധിക്കുന്നു. ഞങ്ങൾ ആരുടെയും വിശ്വാസത്തിന് എതിരല്ല. വി ഡി സതീശൻ്റെ ചാർട്ടേഡ് വിമാനത്തിലുള്ള മംഗലൂരു യാത്രയെക്കുറിച്ച് MA ബേബി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ സ്പെഷ്യൽ എയർക്രാഫ്റ്റിൽ യാത്ര നടന്ന വിവരം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. മംഗളൂരിലേക്കാണ് വി ഡി സതീശൻ പോയത്. അവിടെ അദ്ദേഹം പലരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത്രയേ ബേബി സഖാവ് പറഞ്ഞുള്ളൂ. അതിനാണ് സതീശൻ മുഖ്യമന്ത്രി ഇങ്ങനെ ഇംഗ്ലീഷും മലയാളത്തിലുമൊക്കെ കടിച്ച് കീറുന്നത്. ബേബി സഖാവ് പിടിച്ച പുലിവാലിന് കാരണം ഇതാണ്. ക്ഷേത്രത്തിൽ പോകുന്നതിന് CPM എതിരാണെന്ന പ്രചരണം ഇപ്പോൾ ശക്തമായി. അങ്ങനെ ഉള്ള അണികളും കൂടി ഇട്ടച്ചു പോകും. ഇനിയെങ്കിലും ബേബി സഖാവ് ഓർക്കണം, അങ്ങ് ഡൽഹിയിലിരുന്ന് കേരളത്തിലെ കാര്യങ്ങൾ ഇവിടുത്തെ തുക്കട നേതാക്കൾ പറഞ്ഞ് അറിയുമ്പോൾ അവരത് 1 2 2 4 4 8 ഒക്കെ പെരുപ്പിച്ച് പറഞ്ഞു തരും. അതൊന്നും ദയവ് ചെയ്ത് വിശ്വസിക്കരുത്. കുട്ടി സഖാക്കൾ പറയുന്നത് കേട്ട് അതൊക്കെ വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ ഉരിയടിയാൽ ഇതുപോലെ ചോദിച്ച് വാങ്ങിക്കേണ്ടി വരും.